ഇന്നിപ്പോ ഓൾഡ് വില്ല് പറയുന്നുണ്ടായിരുന്നു എല്ലാരും ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ ഇനി അവഞ്ചേഴ്സിന്റെ വെച്ചിട്ട് നമുക്കൊരു വീഡിയോ ഞാൻ ചെയ്തു. ആരണ്യ സീമകളെ തിരുത്തിയതാ, അധികാര മോഹികളെ തുരത്തിയതാ, അകമേ പിന്നണ്ണുവിനെ തടുത്തു പുറമേ പുടവയുടുത്തുവാ മകളെ. ഞാൻ മരിച്ചു 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 മരിച്ചു. ഓ, എന്തൊരു മരിപ്പട ഇത്. ഇവര് തുറന്നു കൊടുത്ത കുറച്ച് വാതിലിൽ നിന്നാണ് ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെയുള്ള ഇൻസ്പിറേഷൻ. ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന മ്യൂസിക് പ്രൊഡ്യൂസേഴ്സിന്റെ വർക്ക് ഇൻസ്പയർ ചെയ്യാൻ തുടങ്ങിയെന്നു 20-30 വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ. അതിന്റെ ഏറ്റവും കിടു സാധനം എന്ന് വെച്ചാൽ ഇത് ചെറിയ പിള്ളേര് ലിറിക്ക് തെറ്റാതെ പാടും. നമ്മൾ പ്ലേ ചെയ്യുന്ന ഒരു ക്യാരക്ടേഴ്സ് ആണ്. ഈ ക്യാരക്ടേഴ്സിനെ മനസ്സിലാക്കുന്ന ഒരു പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് നമ്മുടെ ഈ ക്രിയേറ്റിവിറ്റി പുറത്തു കൊണ്ടുവരാൻ പറ്റും. ഗസൽ സന്ധ്യ വിത്ത് തിരുമാലി. അത് ബേസിക്കലി നമ്മൾ ഈ പറഞ്ഞ എല്ലാ സ്ട്രഗിൾസിലൂടെ കടന്നു തന്ന നമ്മൾ സ്ട്രഗിൾസ് കഴിഞ്ഞ് ഈ ഒരു ലെവലിലെത്തി. ഇനിയിപ്പോൾ നമ്മൾ എനിക്ക് ഷട്ടി മേടിക്കാൻ കാശില്ല എന്നൊക്കെ പറഞ്ഞാൽ അതിന് അർത്ഥമില്ല. മനസ്സിലായില്ലേ? നമുക്കൊരു പാട്ടെങ്കിലും ചെയ്യണ്ടേ 4 ആർട്ടിസ്റ്റുകൾ വെച്ചിട്ട്? എന്തൊരു ശേഷം മോനെ, എന്തൊരു ശേഷം നിനക്ക്. ഇച്ചിരി തടിച്ചല്ലടാ നീ. ഇടയ്ക്കൊരു മെലിയൽ ഫേസ് ഉണ്ടായിരുന്നു അല്ലേ? ഇടയ്ക്കൊരു മെലിയൽ ഫേസ് ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഒരു മെലിഞ്ഞ ഫേസ് ഉണ്ടായിരുന്നു. ആണോ? ഇപ്പൊ വർക്കൗട്ട് ഒക്കെ ചെയ്ത് അങ്ങോട്ട് സെറ്റ് ആയിരുന്നു. നൈസ് നൈസ് നൈസ്. എന്ത് ശേഷം? നല്ല വിശേഷം മച്ചാ, സുഖല്ലേ? എവിടെ ഇപ്പോൾ തൃശ്ശൂരാണോ? ഞാൻ വീട്ടിൽ തന്നെ. ഞാൻ ഇന്ന് ഒരു പരിപാടി ഉണ്ടായിരുന്നു, കുറച്ച് ആൾക്കാരെ മീറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പരിപാടി ആയിട്ട് വന്നപ്പോ എന്റെ അടുത്ത് വിക്കി വിളിച്ച് പറയാ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടക്കണ്ട. വന്നപ്പോ പറഞ്ഞു നമ്മളിപ്പോ ആർട്ടിസ്റ്റ് ലൈനപ്പിന്റെ കാര്യം നമ്മള് ഇപ്പൊ പറ വരുന്നു, ഇന്ത്യയുടെ പരിപാടി ഇങ്ങനെ പറഞ്ഞു വരുന്നു. പഴയ ഇങ്ങനെ കൊറോണ കഴിഞ്ഞിട്ട് ഉള്ള കാര്യമൊക്കെ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ. പല്ലൊക്കെ പല്ലിന്റെ ഒക്കെ പ്രശ്നത്തിലാണ്. പല്ലൊക്കെ റെഡിയാക്കണം കുറച്ച്. ഇല്ല കുഴപ്പമില്ല. പിന്നെ അതിനെ തന്നെ കേൾക്കുന്നുണ്ടാവും. പിന്നെ സുഖം. ഞാൻ ഭയങ്കര മറ്റേ ലൈക്ക് സന്തോഷവാനാണ്. അന്ന് ഞാൻ മിണ്ടണമെന്ന് വിചാരിച്ചായിരുന്നു വീടിന്റെ ഒരു പോസ്റ്റ് കണ്ടപ്പോ തന്നെ. അത് കഴിഞ്ഞ് തൃശ്ശൂർ വെച്ച് കണ്ടിരുന്നു കാനാടിക്കാവിന്റെ പരിപാടിക്ക്. അതിന് ശേഷം കണ്ടിരുന്നു. ഞാൻ മിണ്ടിയല്ല അന്ന്. ഞാൻ പിന്നെ അങ്ങോട്ട് ഒരു ഓട്ടോയി. ഇനിയിപ്പോ എന്താ ചെയ്യാ? പിന്നെ അങ്ങോട്ട് ഒരു ഓട്ടോയി പോയി. എന്ത് ചെയ്യാ? എവിടെ എത്തി നമ്മുടെ ചർച്ചകളും കാര്യങ്ങളൊക്കെ? എവിടെ ആണല്ലേ? കോവിഡ് മുന്നേ നമുക്ക് ലൈക്ക് റാപ്പ് ഭയങ്കരമായിട്ട് കോവിഡിന് മുന്നേ ഉണ്ടായിരുന്നു ആ സാധനം. കോവിഡ് സമയത്ത് എന്തുണ്ടായെന്ന് വെച്ചാൽ കോഴിക്കോട് പെർഫോമൻസിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞിരിക്കും. 3 പേരും ആദ്യമായിട്ട് സ്റ്റേജിൽ ഒരുമിച്ചുള്ള പെർഫോമൻസ് വരുന്നതും പിന്നെ പെട്ടെന്ന് കോവിഡ് വന്ന് എല്ലാം നിൽക്കുന്നു. പിന്നെ ഇന്ത്യയിലേക്ക് തിരിച്ച് വരുമ്പം വീണ്ടും ക്രൗഡ് ഭയങ്കരമായിട്ട് റെസ്പോണ്ട് ചെയ്ത് തുടങ്ങുന്ന കാര്യങ്ങളും അപ്പം അതിങ്ങനെ സംസാരിച്ചു വരുമായിരുന്നു. ഞാൻ സംസാരം അങ്ങോട്ട് ബുദ്ധിമുട്ടിച്ച കറക്റ്റ് ടൈമാ. വേടന്റെ ട്രാക്കുകൾ വന്നത് ഇത് മെഗാസ്റ്റാർ പരിപാടി. ഇന്നിപ്പോ ഓൾഡ് വില്ല് പറയുന്നുണ്ടായിരുന്നു എല്ലാരും ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ ഇനി അവഞ്ചേഴ്സിന്റെ വെച്ചിട്ട് നമുക്കൊരു വീഡിയോ ഞാൻ ചെയ്തു. എല്ലാരും കൂടെ ഉള്ള ഒരു സാധനം. ഈ ഇന്ത്യയുടെ സാധനം കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പിന്നെ നിങ്ങളെല്ലാരും ആ ഒരു ഡിസ്കവറി ഫേസ് കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടെ സീരിയസ് മ്യൂസിക് ആണ് എന്നുള്ളത് അറ്റ്ലീസ്റ്റ് ആദ്യത്തെ ആൾക്കാർ ഇവിടുത്തെ ഓഡിയൻസ് കണ്ട് എല്ലാവർക്കും ഓടാൻ പറ്റി. കാരണം അതുവരെ എല്ലാരും മറ്റേ ഒരു പരിപാടിക്ക് എല്ലാരും കൂടെ ഒരുമിച്ച് വരുന്ന കണ്ടു എന്നുള്ളതായിരുന്നു. പിന്നെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും ഷോസ് ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റ് ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് ഷോസ് കിട്ടി തുടങ്ങി. സിനിമ എന്നുള്ള സാധനം അങ്ങ് മാറി. സിനിമ എന്നുള്ള സാധനം മാറി. ഇങ്ങനെ ഒരു ഇതുണ്ട് ഇവിടെ എന്നുള്ളതിന്. പിന്നെ സിനിമയ്ക്ക് നമ്മളേനെ മറ്റേ പള്ളി നമുക്കൊരു ചരട് വീണ് കിട്ടുന്ന പോലെ ആയിരുന്നു അതുവരെ സിനിമ. പിന്നെ നമുക്ക് സിനിമ എന്നുള്ളത് നമുക്ക് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് ആലോചിക്കാം. അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു ഇത്തിരി മറ്റേ പുട്ടിയർ ഫുഡാണ്. അത് കറക്റ്റ് ബോളിവുഡിലൊക്കെ ഇൻഡിപെൻഡന്റ് മ്യൂസിക് നിലനിൽക്കുന്ന മാതിരി എത്തിപ്പോയി നമ്മളെ. ഇപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ഒരു ആർട്ടിസ്റ്റ് ഇല്ലാതെ ഒരു സിനിമ ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നു നമ്മള്. നമ്മളിപ്പോ സ്പോട്ടിഫൈ അതന്നെ ടോപ്പ് 10 നോക്കിയാല് അതിൽ വേടനെ ഗബ്രി റാപ്പേഴ്സ് എന്ന് പറയുന്നതാണ് ആ ഒരു പേഴ്സൺ ആ ഒരു ബ്രാൻഡിങ്ങും പരിപാടി എല്ലാം ഉള്ള ഇതാണല്ലോ. അപ്പൊ അതൊരു എൻറ്റിറ്റിയാണ്. അപ്പൊ ആ എൻറ്റിറ്റിനെ ഇതിനകത്തോട്ട് സിനിമയിലോട്ട് ആഡ് ചെയ്യുമ്പോൾ സിനിമയുടെ വാല്യൂ അല്ലെങ്കിൽ പാട്ടിന്റെ വാല്യൂ കൂടുന്നുണ്ട്. എന്തായിരുന്നത്?
നരിവേട്ടല് പടത്തിന്റെ ഒരു പ്രൊമോഷന് ഭയങ്കരമായിട്ട് ട്രാക്ക് അതായത് പടം ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ പോകുന്ന സമയത്ത് ഈ പാട്ട് അവസാനം ഇല്ല, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കാണുന്നത്. ബ്രോന്റെ ഇത് വെച്ചിട്ട് എടുക്കുകയാണ് സിനിമയ്ക്ക്. നേരെ സ്പോട്ടിഫൈ ഡേയ്സ് പറഞ്ഞ പോലെ ടോപ്പ് 10 ചിലപ്പോൾ 8 പാട്ട് ഇപ്പോഴത്തെ പാട്ട് സിനിമയായിരിക്കും, പക്ഷെ അത് ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിനെ മാറ്റി നിർത്തിയിട്ട് സിനിമയ്ക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയില് എത്തിയിട്ടുണ്ട്. ചെയ്യാൻ പറ്റും എന്നുള്ളതല്ല, ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കാര്യം. പക്ഷെ ആ മാർക്കറ്റ് അവർക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത് ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന്റെ വലിയ വളർച്ചയാണ് കേരളത്തില്. അത് പ്രോപ്പറായിട്ട് നോർത്തിലൊക്കെ വളരണമാതിരി വളരുന്നുണ്ട്. പിന്നെ ഇവരുടെ റിപ്പോർട്ട് അനുസരിച്ച് തന്നെ ഇതാണ് സ്പോട്ടിഫൈയുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് മലയാളം ഹരിയാനയും ആണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ആണോ? ഇത് ഇപ്പൊ ആൾക്കാർക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഇപ്പൊ സ്പോട്ടിഫൈയുടെ ചാർട്ട്സ് വരുമ്പം നോക്കുന്ന ഒരു ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത്, ഓ വേടന്റെ ട്രാക്ക് അവിടെ ഉണ്ട്, ഫെജോയുടെ ട്രാക്ക് അവിടെ ഉണ്ട്. ലാപ്സിയുടെ ഒരു സമയത്ത് 7 പാട്ട് 8 പാട്ട്. അതെന്താ പറയാ, ഒരു ആർട്ടിസ്റ്റിന്റെ അച്ചീവ്മെന്റ് ഉപരി അതൊരു ഇൻഡിപെൻഡന്റ് സീനിലാണ്, കൾച്ചർ ചേഞ്ച് ആണ് വരുന്നത്. അതില് ഏറ്റവും വലിയ കൈയാണ് ഡാപ്സിയും ഫെജോ. എനിക്കും എന്റെ ഓർമ്മയില് നോർത്തില് ആദ്യമായിട്ട് ലൈക്ക് മലയാളം ഹിപ്പ് ഹോപ്പ് കൾച്ചർ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് എന്റെ അറിവില് ഫെജോയാണ്. എനിക്ക് ആ വീഡിയോ വരെ ഓർമ്മയുണ്ട്. MTVയുടെ വീഡിയോനകത്ത് മലയാളി 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 വന്നടാന്ന് പറഞ്ഞൊരു സാധനം തുടങ്ങും. ലൈക്ക് അതൊക്കെ ഉണ്ടല്ലോ ഭയങ്കര, അന്ന് ആ കൾച്ചറൽ വ്യത്യാസം ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ടെന്നേ. അത് ഭയങ്കര വലിയൊരു സാധനമാണ് അത്. പിന്നെ സ്പോട്ടിഫൈയുടെ ഇതിലൂടെക്കാളും എനിക്ക് തോന്നുന്ന ഇൻസ്റ്റാഗ്രാം ആൾക്കാരുണ്ട്, ഇതിന്റെ ഫിഗേഴ്സ് ഭയങ്കരമായിട്ടുള്ളത്. ഇപ്പോൾ ഫെജോ, തിരുമാലി, നിങ്ങളുടെയൊക്കെ പേരുകളാണെന്നുണ്ടെങ്കിലും കൂപ്പർ, വേടൻ എന്നുള്ള പേരുകളൊരു എന്താ ഒരു സിമ്പിളായിട്ട് മാറി തുടങ്ങി. നിങ്ങളുടെ ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ. അത് മാത്രമല്ല, ഈ ടെക്സ്ചറിലുള്ള പരിപാടി അങ്ങനെ ഇല്ലല്ലോ. ഇതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരു കനമുള്ള സാധനങ്ങളാണ്. അത് ഞാൻ പണ്ട് തൊട്ട് ആഗ്രഹിച്ചത് തന്നെയാ. ഈ പോപ്പ് എന്ന് പറഞ്ഞൊരു റാപ്പർ ഓറിയന്റഡ് ജോൺറയാണ്. സിനിമയ്ക്കകത്ത് വരുന്നതിന് ഉപരി അത് റാപ്പർ ഓറിയന്റഡ് സാധനമാണ്. അപ്പൊ ആ രീതിയിലോട്ട് ഇത് ഈ സീൻ വളർന്നു വരിക എന്നുള്ളത് അന്ന് ഞാൻ സ്വപ്നം കണ്ടിരുന്നു. അപ്പൊ നമുക്ക് അങ്ങനെ മെഗാസ്റ്റാർ ആയി എന്തൊക്കെയാ കിടക്കുന്നത് ഇവിടെ. കൊറേയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ലൈക്ക് എന്താണെന്ന് അറിയോ, കുറെ ഒന്നും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ലൈക്ക് ചില കാര്യങ്ങളൊന്നും നമുക്ക് ഓക്കെ ഇവിടെ നിൽക്കാം എന്നുള്ള സാധനം നിൽക്കില്ല. നമ്മൾ വേറെ എവിടെയോ പോയി പോകുന്നേ. നമ്മുടെ ആർട്ട് അത്ര ലെവലിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം തന്നെ. ആർട്ട് ജയിക്കുന്നുണ്ട് എന്നുള്ള സാധനം മെയിനായിട്ട്. ഇത് ലൈക്ക് ഏത് ആർട്ടിസ്റ്റ് വന്നിട്ട് അവർക്ക് വലിയ ബൂം ഉണ്ടാവുന്നതും ഉപകാരപ്പെടുന്നത് ആർട്ടിസ്റ്റുകൾക്ക് എല്ലാവർക്കും കൂടിയിട്ടാണ്. ഇവര് തുറന്നു കൊടുത്ത കുറച്ച് വാതിലിൽ നിന്നാണ് ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഉള്ള ഇൻസ്പിറേഷൻ. ഇപ്പം ഗബ്രിയാണെങ്കിൽ പറയുന്നതും പയ്യനാണെങ്കിൽ പറയുന്നതും എല്ലാം നമ്മൾ നേരത്തെ കേട്ടു തുടങ്ങുന്നത്. ഇവർക്ക് അങ്ങനെ എന്ന് പറയാൻ ഇപ്പൊ വെസ്റ്റേണിലുള്ള ആർട്ടിസ്റ്റുകളായിരിക്കും, പക്ഷെ ഇവിടെ ഉള്ളവർക്ക് ഇപ്പോഴും പറയാൻ പറ്റും നമുക്ക് ഇങ്ങനെ ആർട്ടിസ്റ്റുകൾ നമുക്കുണ്ടായിരുന്നു. നമ്മൾ ഇൻസ്പയർ ആയി നമുക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഈ പറഞ്ഞ ഗബ്രി ലിൽപൈനെ കേട്ട് ഞാൻ ഇൻസ്പയർഡ് ആവും. തീർച്ചയായിട്ടും എനിക്ക് ലിൽപൈനും ഗബ്രിയൊക്കെ എഴുതുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. ഞാൻ അത് കണ്ട് നമുക്ക് ഒരു സാധനം വരുമല്ലോ, ഇവന്മാര് എന്തു സാധനമാണ് ഈ എഴുതണത് എന്നുള്ള സാധനം ഉണ്ടല്ലോ. ഈ പുതിയ പിള്ളേർ വരുമ്പോഴേ അവർക്ക് വരാനായിട്ട് ഒരു ഊർജ്ജം നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളതിനുപരി അവരൊരു സാധനം ഉണ്ടാക്കുന്നുണ്ട് പുതിയ പിള്ളേര്. നമ്മള് ഇൻസ്പയർ ചെയ്താലില്ലേലും അവരുടെ ഉള്ളിലേക്ക് നോക്കുമ്പോഴത്തേക്ക് നമ്മളെ ജെറ്റിക്കുന്ന കുറെ സാധനങ്ങൾ ആ ഒരു ലെവലിൽ വളരാൻ പറ്റുന്ന ആൾക്കാർക്ക് ഒരു ചെറിയ ഇന്ധനമായി മാറുകയാണെന്നുള്ളതാണ്. ഭയങ്കരല്ലേ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളും അതിനകത്തുനിന്ന് അത് കേട്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് പിന്നെ അടുത്ത അതിനകത്തൊരു മത്സരം കൂടി ഉണ്ടെന്നേ. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതിനകത്ത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു മത്സരം കൂടി നടക്കുന്നുണ്ട്. അപ്പൊ ആ മത്സരം ആ മത്സരത്തിന്റെ ഉപകാരം എന്താണെന്ന് അറിയോ, നല്ല ആർട്ട് ഉണ്ടാവും ആ മത്സരത്തിൽ നിന്ന്. നമുക്ക് ഇച്ചിരി കൂടി ബെറ്റർ ആയിട്ട് ചെയ്യണം. ഞാൻ ഒരു കുഞ്ഞൊരു ഇപ്പൊ പോപ്പുലർ അല്ലാത്ത ഒരു കുഞ്ഞൊരു ആർട്ടിസ്റ്റിന്റെ ഒരു ട്രാക്ക് ഞാൻ കേൾക്കും. ഇന്ന് ഞാനൊരു ട്രാക്ക് കേട്ടു സ്റ്റിക്കിന്റെ. എനിക്ക് എനിക്ക് അങ്ങനെ വർക്കേ അല്ലാതിരുന്ന ഒരു ആർട്ടിസ്റ്റായിരുന്നു. എന്തൊക്കെയോ എഴുതണു എന്നുള്ള സാധനമാണ്. അവൻ പെട്ടെന്ന് ഒരു പാട്ട് എഴുതിട്ട് നമ്മളെ കേൾപ്പിക്കുകയാണ്, വേടഞ്ഞേട്ടാ ഇത് കേക്ക്. അപ്പൊ ഞാൻ അങ്ങോട്ട് ലൈക്ക് ഇവൻ മറ്റേ സാധനമാണല്ലോ, ഒരു ആർട്ടിസ്റ്റ് മാറുകയാണല്ലോ. സ്റ്റിക്കിന്റെ ഞാൻ ഇതേപോലെ ഒരു ദിവസം രാവിലെ രാത്രി ഏതാണ്ടിരുന്നിട്ട് സ്റ്റിക്കിന്റെ ഒരു പാട്ട് കേൾക്കും.
ഫ്ലോ എന്ന് heavy പറഞ്ഞാൽ ഹെവി ഫ്ലോയും ആ ഒരു energy സ്റ്റിക്ക് ആണ്. പാടുമ്പോ തന്നെ സ്റ്റിക്ക് ആ സ്റ്റിക്കിന്റെ ഇത് മാറിയിട്ട് സ്റ്റിക്ക് ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് അവനെ പിന്നെ അവന്റെ പെർഫോമൻസ് ഫ്ലോറിൽ അങ്ങോട്ട് കയറി കേറി കഴിഞ്ഞാൽ പിന്നെ ഒരു ചാട്ടമൊക്കെ കണ്ടു ഒരു കഴിഞ്ഞാൽ കുഞ്ഞു സ്റ്റിക്ക് അറിയാലോ, അവനൊരു 10, 23, 21, 22 വയസ്സുള്ള കുഞ്ഞു മോനാ. അവൻ ഒരു ട്രാവിസ് സ്കോട്ട് ലൈനിലാണ്. വീഡിയോ ഇല്ലേ തിരുത്തിരി അതിനകത്ത് ഇങ്ങനെ ബൗൺസ് ചെയ്യണം. ആ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഒരു റീൽ ഉണ്ടാക്കണമെന്നൊക്കെ. അത് നമ്മള് ഒരുപാട് കാലമായിട്ട് ഇതിനകത്ത് പണിയെടുക്കുന്നു. ഇവൻ പുതിയതായിട്ട് വന്നൊരു മോൻ, അവൻ നമ്മളെ ഇൻസ്പയർ ചെയ്യാ ഇതേമാതിരി ചെയ്യണോന്ന് പറഞ്ഞിട്ട്. നമുക്ക് ലിൽ പയ്യൻ, സ്റ്റിക്ക്, അതേപോലെയുള്ള കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ട്. മലബാർ സൈഡിൽ നിന്നുള്ള കുറച്ച് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. ഇവരൊക്കെ ഉണ്ടല്ലോ നമ്മളെ ഇൻസ്പയർ ചെയ്തോണ്ടിരിക്കുകയാണ്. ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള പരിപാടിയായിരിക്കും മൊത്തത്തിൽ. നമ്മളിപ്പോ ഒരുപാട് നാളായിട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ഇൻസ്പിറേഷൻ തരുന്ന ചിലപ്പോൾ പുതിയ പിന്നെ ആ ഒരു ഇപ്പൊ നിങ്ങൾക്കാണെങ്കിലും ആ ഒരു വേർതിരിവോ കാര്യങ്ങളോ ഒന്നും മനസ്സിലും ഒന്നും ഇല്ലല്ലോ. പുതിയ ആർട്ടിസ്റ്റ് പഴയ ആർട്ടിസ്റ്റ് അവർക്കും ഇല്ല. ഭയങ്കര ഡിപ്ലോമാറ്റിക് ആണ്. അങ്ങനെ പുതിയ ആർട്ടിസ്റ്റ് പഴയ ആർട്ടിസ്റ്റ് പറഞ്ഞേ ലൈക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിൽ കൂടുതൽ ട്രാക്കുകൾ ഉണ്ടാവില്ല. നമ്മൾ കുറെ ട്രാക്കുകളൊക്കെ ചെയ്തല്ലോ, ഇവരെ ട്രാക്കുകളൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവർ കൊണ്ടുവരുന്ന ഓരോ ട്രാക്കും നമുക്ക് ഭയങ്കര ഇങ്ങനെ ഒരു സാധനം എനിക്ക് എന്താ തോന്നാണ്ടിരുന്നതെന്നാണ് തോന്നിപ്പിക്കുന്നത്. അതന്നെ. ഫോർ എക്സാമ്പിൾ ഗബ്രി ആണെങ്കിൽ, ഗബ്രി വന്നപ്പോൾ ഞാൻ ഗബ്രിയുടെ ട്രാക്ക് ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ അവന്റെ ഒരു സെൽഫ് എക്സ്പ്രഷൻ എന്ന സംഭവം ഉണ്ട്. ഞാൻ അത് കണ്ടിട്ടാണ് ഞാൻ പഠിക്കുന്നത്, എങ്ങനെയാണ് ഒരു മനുഷ്യൻ സെൽഫ് എക്സ്പ്രസ് ചെയ്യുന്നത്. സെൽഫ് എക്സ്പ്രസ് മറ്റേ ഇതിനകത്ത് തന്നെ ഓൾറെഡി ഉണ്ട്. എന്തായിരുന്നത്, തിരുമാലിയുടെ ഫസ്റ്റത്തെ ഒരു പാട്ടുണ്ട്. മലയാളിയുടെ എനിക്ക് മുന്നത്തെ ഒരു പാട്ടുണ്ട്. അല്ലട കണ്ട മറ്റേ ഇതുണ്ടല്ലോ, ഉഴപ്പനാന്തം. ഉഴപ്പനാന്താണ് ഞാൻ ആദ്യമായിട്ട് വിഷ്വല് കാണുന്ന ഒരു റാപ്പ്. ലൈക്ക് അത് ഭയങ്കര സെൽഫ് സാധനമല്ലേ അത്. അല്ല, ഗബ്രിയുടെ ഈ ഇന്റർവ്യൂലൊക്കെ ആണെങ്കിൽ ഗബ്രി പാട്ട് പാടുമ്പോഴത്തേക്കും വേറെ ആളായിട്ട് മാറും. ആ സാധനം മറ്റേ ഉള്ളിലെ സാധനം അവനങ്ങ് ഇംപ്രസ് ചെയ്യും. അപ്പൊ അത് ഭയങ്കര, അത് കാണുമ്പോഴത്തേക്കും പിന്നെ അത് കാണുകയും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വന്നിട്ട് ഒരു ഇത് ഞാൻ മരിച്ചു 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 ഓ എന്തൊരു മരിപ്പട ഇത്. ഷോ കാണുമ്പോ ആൾക്കാരെ ലിറിക്സ് മാറ്റിയാലും ആൾക്കാർ ഞങ്ങൾ SCTയുടെ ഷോ ചെയ്യാൻ പോയിട്ട് കൾട്ടവേ ചെയ്തോണ്ടിരിക്കുമ്പോ എന്റെ സെറ്റ് കഴിഞ്ഞു, ഞാൻ എന്നിട്ട് സൈഡിൽ നിന്നിട്ട് ഗബ്രിയുടെ ഇത് കാണുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ബാക്കി നിന്നിട്ട് മറ്റേ ഇത് ടീസ് ചെയ്യും, നമ്മുടെ നാരങ്ങാപ്പാല്. അത് പിള്ളേരൊക്കെ തെറിക്കുന്നു ബാക്കിലൂടെ കറണ്ട് അടിച്ച പോലെ. എന്നിട്ട് ഭയങ്കര ബ്രോ ഒരു ഓരോ ട്രാക്കിന്റെയും ഇനീഷ്യൽ ഇൻട്രോ വരുമ്പോഴത്തേക്കും അതുമാതിരിയാണ് റിയാക്ഷൻ. അപ്പം ഗബ്രി അവസാനം ഈ KL42 ഒക്കെ വെച്ചിട്ട് ഫിനിഷ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഫ്ലറിഷ് ആണ്. മറ്റേ ഓരോ ഹിറ്റ് ആഫ്റ്റർ ഹിറ്റ് ആയിട്ടേ സൂയിസൈഡ് നോട്ട് ഇത് മറ്റേ KL42 എത്തുമ്പോഴത്തേക്കും പിള്ളേർ ചാർജ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പാടുന്നതെന്ന് പറഞ്ഞാൽ മറ്റേ ഈ നാരങ്ങപ്പാലിന് മുമ്പുള്ള മറ്റേ സാധനം അല്ല, തുടക്കത്തിൽ വരെ പിള്ളേർ പാടുന്നില്ലേ ഇലകൾ പച്ച, അത് ഫുൾ ആ ഓഡിയൻസ് പാടി നിന്നിട്ട് ആ ഡീറ്റെയിൽ ആൾക്കാരുടെ ഉള്ളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പാടുണ്ടല്ലോ, അതെനിക്ക് തോന്നുന്നു ഒരു പ്രോപ്പറായിട്ട് അതൊരു പ്രൊഡ്യൂസറിന്റെ സ്കില്ലായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് തോന്നിയേക്കണത് ആ സാധനത്തേക്ക് ഇന്നത് വേണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഋഷിയാണ് ചെയ്തേക്കണത് അല്ലേ? ഋഷിയാണ് ഇറങ്ങിപ്പാട് ചെയ്തേക്കണത്. ഇതിനകത്തുണ്ടല്ലോ ഒരു പ്രൊഡ്യൂസർ സ്കില്ലും കൂടി ഉണ്ടെന്നേ. നമ്മള് നമ്മുടെ ഭാഷ ഉപയോഗിച്ച് നമ്മുടെ ആൾക്കാരെ കൺവിൻസ് ചെയ്യുന്നു ഇന്നതാണെന്നുള്ള പറഞ്ഞേക്ക്. ലൈക്ക് ഈ ചെവി ഉണ്ടല്ലോ, ചെവി ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ആൾക്കാരെ ചെവിയിലേക്ക് ഈ സാധനം രജിസ്റ്റർ ചെയ്യാവുന്ന അളവിലേക്ക് എത്തിക്കുന്നത് ഒരു പ്രൊഡ്യൂസർ റാപ്പർ ഒരു ഡൈനാമിക്സ് എങ്ങനെ ഇപ്പൊ നിങ്ങളുടെ കരിയർ വെച്ച് നോക്കി കഴിയുമ്പം ഫ്രീക്വന്റ് കൊളാബറേറ്റേഴ്സ് ഉണ്ടല്ലോ നിങ്ങൾക്ക്. അത് മാത്രമല്ലാതെ നിങ്ങൾ തന്നെ ചൂസ് ചെയ്യുന്ന ഇന്ന ആളുടെ കൂടെ വർക്ക് ചെയ്യാം. ഇപ്പൊ ആയിരോറയിൽ ആണ് ഞാൻ സത്യം പറഞ്ഞ ഫെബിൻ അല്ലെ, എന്റെ പേര് ശരിക്കും അപ്പോഴാണ് ജെഫിനെ ആദ്യമായിട്ട്. അത് പുള്ളിയാണെങ്കിൽ ഇന്റർവ്യൂല് വന്നിരുന്നാലും ഭയങ്കര സൗമ്യനായിട്ട് സംസാരിക്കുന്നത്. അപ്പം ജെഫിനെ അങ്ങനെ സീനിൽ കണ്ടിട്ടില്ല, പക്ഷെ ഐറോറയിൽ വേറൊരു എല്ലാവർക്കും അറിയാം. ജെഫിന്റെ മുഖം ആരും കണ്ടിട്ടില്ല, ജെഫിന്റെ മ്യൂസിക് സുപരിചിതമാണ് എല്ലാവർക്കും. അതെങ്ങനെ ഒരു പ്രൊഡ്യൂസറിന്റെ റാപ്പറിന്റെ ഒരു ഇത് വർക്ക് ആവുന്ന ഒരു അത് എനിക്ക് ബേസിക്കലി എനിക്ക് ആ പ്രൊഡ്യൂസറുമായിട്ട് ഞാനൊന്ന്
കണക്ട് ആയാലും ബോണ്ട് ആയാലും എനിക്ക് പാട്ടുണ്ടാക്കാൻ പറ്റുള്ളൂ. എൻ്റെ ഒരു എനിക്ക് എല്ലാവർക്കും അങ്ങനെ നടത്തില്ല, എനിക്ക് സ്വഭാവം അങ്ങനെ. ഒരു പേഴ്സണൽ ലെവലിൽ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് അവര് മനസ്സിലാവുന്നത്. ഹിപ്ഹോപ്പീസിലേക്ക് നമ്മളിപ്പം ഞാനിപ്പോൾ തിരുമാലി, വേടൻ, ഫെജോ, ഇത് ക്യാരക്ടേഴ്സ് ആണ്. നമ്മൾ പ്ലേ ചെയ്യുന്നൊരു ക്യാരക്ടേഴ്സ് ആണ്. ഈ ക്യാരക്ടേഴ്സിനെ മനസ്സിലാക്കുന്ന ഒരു പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഈ ക്രിയേറ്റിവിറ്റിനെ പുറത്തു കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എല്ലാം ഇരുന്ന് എക്സ്പ്ലെയിൻ കഥ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി എനിക്കത് വർക്ക്ഔട്ട് ആവാൻ ചാൻസ് കുറവാണ്. ക്രിയേറ്റീവില് അത് അവിടെ ഇരിക്കും. ഒരു പാട്ട് ആദ്യം തുടങ്ങണത് ബീറ്റ് കേട്ടോണ്ടാണ് ഓഡിയൻസ് തുടങ്ങണത് തന്നെ. പിന്നെ ആയിരിക്കും റാപ്പർ വരുന്നത്. അപ്പൊ അവരുടെ മച്ചാൻ പറഞ്ഞ കണക്ഷൻ വരണം. അപ്പൊ അത് ബീറ്റ് പ്രൊഡ്യൂസർ ഭയങ്കര ഹെൽപ്പ് ചെയ്യും. അവിടെ വർക്ക് ചെയ്യുന്നവരാണല്ലേ, അവർക്കറിയാം എനിക്ക് എന്താ വേണ്ടത്, ഞാൻ എന്താണ് ചെയ്യാൻ പോണത്. അവർക്ക് ഓൾറെഡി എന്നൊക്കെ നല്ല ധാരണയുണ്ട്. അങ്ങനെയുള്ളവരോട് ഞാൻ വർക്ക് ചെയ്യും. പിന്നെ ഒരു പ്രൊഡ്യൂസർ ഉണ്ടല്ലോ, ഒരു പ്രൊഡ്യൂസറിന് മനസ്സിലാവണം ഇയാൾ ഇന്ന ആർട്ടിസ്റ്റ് ആണ്, ഇയാളുടെ എഴുത്ത് ഇങ്ങനെയാണ്, അപ്പൊ അയാൾക്ക് എന്ത് സൗണ്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. ലൈക്ക് അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ പുതിയൊരു സൗണ്ട്, ഈ ഒരു സൗണ്ട് ഇതുവരെ ഇയാൾ ചെയ്തിട്ടില്ല, ഇയാൾ ഇത് ചെയ്താൽ നല്ലതായിരിക്കും എന്നുള്ളൊരു അങ്ങനെ വരുന്ന അത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും. നമ്മൾ ട്രൈ ചെയ്യാത്ത ഒരു അവന്യൂല് പുതിയൊരു ടൈപ്പ് ഈ ഒരു ടെക്സ്ചറിൽ ബ്രോ ചെയ്താൽ സെറ്റ് ആയിരിക്കും എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള ഒരു പ്രൊഡ്യൂസറിനെ ഒരു റാപ്പർക്ക് കിട്ടലും ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു പ്രൊഡ്യൂസർ ഓക്കെ ഇന്ന ഒരു സൗണ്ട് ഈ ആർട്ടിസ്റ്റിന്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ നന്നായി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡ്യൂസർക്ക് അത് തോന്നണല്ലോ. അതിന് അവന് നല്ല എക്സ്പീരിയൻസ് വേണം. ഒരു പ്രൊഡ്യൂസറിന് നല്ല എക്സ്പീരിയൻസ് വേണം, ആത്മബന്ധം, ബോണ്ടിങ്. അതൊരു ഫസ്റ്റ്. സെക്കൻഡ്, നമ്മുടെ കേരള മലയാള ഓഡിയൻസിന് മറ്റേ വെസ്റ്റേൺ കൾച്ചർ ആ ഒരു ടേസ്റ്റ് ഉള്ള ഓഡിയൻസ് അല്ല. നമ്മുടെ ഓഡിയൻസ് എല്ലാം കേട്ട് വളർന്നേക്കുന്നത് മ്യൂസിക് ഡയറക്ടേഴ്സിനെയാണ്. പണ്ട് തൊട്ടുള്ള നമ്മുടെ വിദ്യാസാഗർ ആണെങ്കിലും ജോൺസൺ അപ്പോൾ നമ്മുടെ ഓഡിയൻസിന്റെ ടേസ്റ്റ് തന്നെ വ്യത്യാസമാണ്. അപ്പോൾ ഈ ഒരു റാപ്പ് എന്നൊരു ജോണറിനെ ഈ ഓഡിയൻസിലോട്ട് വെക്കണമെങ്കിൽ ഈ പ്രൊഡ്യൂസേഴ്സിന് എക്സ്ട്രാ വർക്കുണ്ട്. എസ്പെഷ്യലി നമ്മുടെ ഒരു മാർക്കറ്റ് അങ്ങനെ ഒരു ഇതില്ല. അപ്പോൾ ഈ മ്യൂസിക് ഡയറക്ഷൻ എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂല് കാണുന്ന പ്രൊഡ്യൂസേഴ്സിന് മാത്രമേ ഈ ജോണറിനെ ഈ ആർട്ടിസ്റ്റുകളെ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ചും കൂടി ഹെവി ടാസ്ക് ആണ്. എപ്പോഴും നമ്മളും തിരിച്ചു വരുന്നത് സ്വന്തമായിട്ട് സൗണ്ട് ഉള്ള ഒരു അല്ലെങ്കിൽ സ്വന്തമായിട്ട് അങ്ങനത്തെ ഒരു സൗണ്ടിങ് ഉള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാനാണ് നമുക്ക് എപ്പോഴും ഇഷ്ടം. അല്ലെങ്കിൽ മറ്റേ ഈ ടെംപ്ലേറ്റ് പരിപാടി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇത്തിരി ഇത് അവിടെയല്ല ഇവിടെ അല്ല എന്നുള്ള ഒരു പരിപാടിയായി പോകും. പക്ഷെ എനിക്ക് വേറൊരു കാര്യം തോന്നിക്കണ, നമ്മുടെ മ്യൂസിക് ഡയറക്ടേഴ്സ് ഇല്ല ഇപ്പോഴത്തെ സിനിമാ മേഖലയിൽ പണിയെടുക്കുന്ന മ്യൂസിക് ഡയറക്ടേഴ്സ് ഇൻഡിപെൻഡന്റ് മ്യൂസിക് പ്രൊഡ്യൂസേഴ്സിനെ ഇൻസ്പയർ ചെയ്ത് തുടങ്ങിയെന്നേ. ഞാൻ പേരൊന്നും പറയുന്നില്ല, പക്ഷെ ഞാൻ വർക്ക് ചെയ്ത ഒരു 3-4 മ്യൂസിക് ഡയറക്ടേഴ്സും അവർ 20-30 വർഷങ്ങളായിട്ട് മലയാളം ഇൻഡസ്ട്രിയിൽ പണിയെടുക്കുന്ന ആൾക്കാര്, അവര് മ്യൂസിക് പ്രൊഡ്യൂസേഴ്സിന്റെ കയ്യിലുള്ള ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു ലൈക്ക് വേൾഡ് വൈഡ് സാധനം കൊണ്ടുവരണം എന്നുള്ള സാധനം, അത് ഇൻസ്പയർ ചെയ്യാൻ തുടങ്ങിയെന്നേ മ്യൂസിക് ഡയറക്ടേഴ്സ്. ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന മ്യൂസിക് പ്രൊഡ്യൂസേഴ്സിന്റെ വർക്ക് ഇൻസ്പയർ ചെയ്യാൻ തുടങ്ങിയെന്നു. 20-30 വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകള്, മ്യൂസിക് ഡയറക്ടേഴ്സ്. അപ്പൊ അതൊക്കെ ഭയങ്കര വലിയ മാറ്റമാണ് നമ്മള് ലൈക്ക് ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഇൻഡസ്ട്രീനെ സംബന്ധിച്ചിടത്തോളം. അത് സംബന്ധിച്ചാൽ ഇപ്പൊ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നല്ല ഗ്ലോബലി നടക്കുന്ന കാര്യം അറിയണം, ലോക്കലി അറിയണം. അപ്പോൾ മറ്റേന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ മ്യൂസിക് മാത്രം പഠിച്ചാൽ മതി. പക്ഷേ ഈ സീനിൽ ഗ്ലോബൽ സീനും അറിയണം, ഇതും അറിയണം എന്നുള്ള. അപ്പൊ അത്രയ്ക്ക് നോളജ് ഉള്ള ആൾക്കാർക്ക് ഇതിലേക്ക് ഇറങ്ങാൻ പറ്റും. അത് മറ്റേ അപ്ഡേറ്റഡ് ആയിട്ടും അതാ ഒരു അഗൈൻ അതാ എനിക്ക് തോന്നുന്ന പാഷന്റെ സാധനമാണ്. അതാ ഫോളോ ചെയ്ത് നിൽക്കുക എന്നുള്ളത് അതിനെ അത്ര ഇഷ്ടമുള്ള ആൾക്കാർക്കാണ്. പിന്നെ അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണ്. അവർക്ക് ഈ പുതിയ ഇൻസ്പിറേഷനും ഒക്കെ ആയിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. നമ്മുടെ ഓഡിയൻസ് നമ്മളെക്കാളും ബുദ്ധിയുള്ള ആൾക്കാർ. നമ്മൾ ഈ ഓഡിയൻസിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണം എന്നും പറഞ്ഞ് നമ്മുടെ അടുത്ത് ആൾക്കാർ വരുന്നില്ല. അതായത് ഇതാണ് അവർക്ക് വേണ്ട. ഓഡിയൻസിന് അറിയത്തില്ല ഒരിക്കലും എന്താ അവർക്ക് വേണ്ടതെന്ന്. കാരണം നമ്മളോരോ ട്രെൻഡ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെങ്കിൽ ഇപ്പം ഇങ്ങനൊരു പാട്ട് ചെയ്ത് കുറെ പേര് ചെയ്യുന്നുണ്ട്, അത് ഹിറ്റായി, അതുപോലെ ഒരെണ്ണം ചെയ്ത് നോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് കേട്ടിട്ട് പരിചയമുള്ള ഒരു സാധനം പിന്നെ കേൾക്കുന്നു എന്നുള്ളേ ഉള്ളൂ. അതേസമയം പുതിയ ട്രെൻഡ് വരുന്നതെന്ന് പറഞ്ഞാൽ അയാൾ വിശ്വസിക്കുന്ന സാധനം, അടിയുറച്ച് വിശ്വസിക്കുന്ന സാധനത്തിൽ പിന്നെയും വർക്ക് ചെയ്തിട്ട് ഒരു പുതിയ അപ്പോഴാണ് ചിലപ്പോൾ ഇത് കേൾക്കുമ്പോഴായിരിക്കും ആൾക്കാർക്ക് ഓ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടല്ലോ, ഇതെനിക്ക് വർക്കാണ് എന്നുള്ള അപ്പോഴായിരിക്കും പുതിയൊരു ട്രെൻഡ് തന്നെ സെറ്റ് ആവുന്നത്. മ്യൂസിക്കലി ട്രെൻഡ് സെറ്റ് ആവുന്നത് ഈ പറയുന്ന ആൾക്കാരാണല്ലോ. അതിനകത്ത് എത്രയോ എലമെന്റ്സ് ഉണ്ട്, ലിറിക്സ് മുതൽ ബീറ്റ് മുതൽ അതിന്റെ ഒരു സൗണ്ടിങ് എല്ലാം ഒരുപാട് ആസ്പെക്ട്സ് എല്ലാം കൂടെ വന്നിട്ടുള്ള ഒരു പരിപാടിയാണ്. അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ഒരു ലെവലിന് മേളിൽ കയറി ക്ലിക്ക് ആകുമ്പോഴത്തേക്കും പരിപാടി മൊത്തത്തിൽ അങ്ങ് കളറാവും. അല്ലല്ല, അതുപോലെ തന്നെ നമ്മുടെ ഈ ഓഡിയൻസിനെ പോലെ നമ്മുടെ ഓഡിയൻസ് അത്ര സ്മാർട്ടാണ്. ലിസണേഴ്സ് അത്ര ഒരു ടാസ്ക് ഈ പ്രൊഡ്യൂസേഴ്സിനും ആർട്ടിസ്റ്റുകൾക്കും വരുന്നുണ്ട്. നമ്മുടെ ഓഡിയൻസ് നല്ല സ്മാർട്ടാണ്. പിന്നെ നമ്മളെ എന്റെ ഒരു ട്രാക്ക് ഇറങ്ങി അടുത്ത ട്രാക്ക് ചെയ്യാൻ വേറെ സാധനം തന്നെ കൊടുക്കണം എന്നുള്ളത് നമുക്കൊരു ചലഞ്ച് ആണല്ലോ. അപ്പം എഴുത്തിലാണെന്നുണ്ടെങ്കിലും സൗണ്ടിലാണെന്നുണ്ടെങ്കിലും
കാരണം അപ്പൊ നമ്മള് ഞാനും ഇപ്പൊ അതിന്റെ ഒരു സാധനത്തിലേക്ക് എനിക്ക് രണ്ടാൾക്കാരെ കറക്റ്റ് കിട്ടിയ കാരണം ഇവരുടെ അടുത്ത് സംശയം ചോദിക്കണ വരെ ചോദിക്കല്ലോ. ഞാൻ ഇച്ചിരി കൂടി പോപ്പിലേക്ക് കൂടി കോൺസെൻട്രേറ്റ് ചെയ്താലെന്ന് ഞാൻ ആലോചിക്കുന്നത്. കാരണം എനിക്ക് പാടാൻ പറ്റുന്നാണ് എനിക്ക് തോന്നിയാക്കുന്നത്. എടാ, പാടാൻ പറ്റും, പാടാൻ പറ്റും. നല്ല നമ്മളെല്ലാരും തമാശ അടിച്ചോണ്ടിരിക്കുമ്പോഴാണെങ്കിൽ നല്ല പാടുന്നതല്ലേ നമ്മള്? ഇതന്നെയല്ലേ ഈ ഒരു സംഭവം തന്നെ ഈ ഒരു- എന്താണ് സീനിയേഴ്സ് ആയിട്ടുള്ള ഫെജോ പറയാനുള്ളത്? ഞാൻ യോജിക്കുന്നു. ഉടനടി തന്നെ ഞാനേ ഈ യോക്ക എന്ന് പറഞ്ഞിട്ടൊരു ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റിനെ അങ്ങനെ ഈ യോക്ക ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ് ആണ്. അവരെന്ന് വെച്ചാൽ കൺട്രി മ്യൂസിക് ആണ് അവര് ബേസ് ചെയ്തിട്ട് പോണത്. ഇപ്പൊ ഒരു 2-3 ആഴ്ചയായിട്ട് ഞാൻ ഇവരുടെ പാട്ടുകൾ ഇങ്ങനെ റിപ്പീറ്റഡ്ലി കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിന് തോന്നി ഇത് ഇവര് ചെയ്യുന്ന പണി എനിക്ക് ചെയ്യാൻ പറ്റുമല്ലോ. എനിക്ക് ലൈക്ക് ആ പോപ്പ് ഉണ്ടല്ലോ, പോപ്പിനകത്ത് കൺട്രി മ്യൂസിക് ഒക്കെ ഏകദേശം അങ്ങനത്തെ ഒരു സാധനത്തിൽ വരുന്നതാണല്ലോ. ഹിപ്പ് നമ്മൾ മിണ്ടുകയല്ലോ, എനിക്ക് പാടാനും കൂടി പറ്റുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ആശയമുണ്ട്. അത് ആക്ച്വലി അതെന്താ പറയുക, അത് ഓർഗാനിക് ആയിട്ട് സംഭവിക്കും. അത് ബ്രോ ചെയ്തില്ല തന്നെ ബ്രോനെ തന്നെ വീണ്ടും റീഇൻവെന്റ് ചെയ്യും. അത് നമുക്ക് മുന്നേ ഒരാൾ സാധനമാണ്. എടാ, നിനക്ക് അങ്ങനെ ബ്രോയ്ക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ ബ്രോ എന്തായാലും അതേപോലത്തെ സാധനം എപ്പോഴെങ്കിലും അത് ചെയ്തിരിക്കും. അത് ആ എക്സ്പ്രഷന്റെ ഭാഗമാണ്. നമ്മൾ ആ എക്സ്പ്രസ് ചെയ്യാൻ വിട്ടില്ലെങ്കിൽ അതിന്റെ ടെൻഷൻ കൂടി കൂടി അത് അവസാനം പൊട്ടിത്തെറിച്ച് വെളിയിൽ വരും. അതാണ് നമ്മുടെ ആർട്ടിസ്ട്രി. നമ്മുടെ ഓഡിയൻസിനെ മാത്രം അവരെ ഫീഡ് ചെയ്യുന്നതിനുപരി നമ്മുടെ ആർട്ടിസ്ട്രി നമുക്ക് എന്നെ അതിന് ഇവിടെ കേരളത്തിൽ തന്നെ അതിന് ഇവിടെ ഇൻഫ്ലുവൻസ് ചെയ്തത് ഡബ്ബയാണ്, ഡാപ്സി. കാരണം അവന്റെ ലൈക് ഡാപ്സിയുടെ വരെ ഓർമ്മയുണ്ടാ, അവൻ മർത്യൻ ലൈക് പക്കാ ഹിപ്പോപ്പില് വന്നിട്ട്. പക്ഷെ നമുക്ക് കുഞ്ഞുമോനായിരിക്കുന്ന സമയം തൊട്ടേ ഡാപ്സിനെ അറിയാം. അപ്പൊ അവൻ എങ്ങനെ വന്നിട്ടേ അവന്റെ ഉള്ളിലുള്ള സാധനം വേറെ. അവൻ ഡാപ്സി ഒരു മ്യൂസിക് പ്രൊഡ്യൂസർ, അവൻ കമ്പോസറാണ് ഡാപ്സി. അപ്പൊ ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ അപ്പോഴാണ് എനിക്ക് എന്ത് ട്യൂൺസ് ആണല്ലേ ശരിക്കും, ഭയങ്കര ട്യൂൺസ് ആണ്. അവൻ അവസാനത്തെ ഇപിയിൽ തന്നെ ഞാൻ ട്രാക്ക് അവരുടെ രണ്ടുപേരുടെയും കൂടെ സൗണ്ടും കൂടെ ഒരു രക്ഷയില്ല. എന്തായിരുന്നു അവന്റെ പേര്? ഋഷി ഋഷി നായിക്, ഋഷി റോയ് നല്ല മോനാണ്. ഏതോ അവരുടെ ഒരു പാട്ട് ഈദിന്റെ ദിവസമോ ഏതാണ്ട് ഒരു റീൽസിലും ഒരു പാട്ടുണ്ട് ഉള്ളത് തന്നെ ആയിരുന്നു. അതും ആ സമയത്ത് അവൻ ഇങ്ങനെ അവനെ സോഷ്യൽ മീഡിയ വീഴ്ത്താൻ വേണ്ടി നോക്കിയിരിക്കുന്ന സമയത്ത് അപ്പോഴാണ് മറ്റേ പണി എപ്പോഴും ആ ഒരു ക്വാളിറ്റി. അതൊരു ആർട്ടിസ്റ്റിന്റെ ഒരു സ്കില്ലാണെന്നേ. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം ഉണ്ടല്ലോ, ലൈക് വാട്ട് എവർ ഹാപ്പൻസ് യുവർ മ്യൂസിക് സ്പീക്സ് എന്ന് പറയുന്ന സാധനമാണേ. അവനറിയാമേ, ഡബ്ബയ്ക്ക് അറിയാം അവന്റെ സംഗീതം എവിടെ എത്തും. അതിൽ അവനുള്ള കോൺഫിഡൻസ് ഉണ്ടല്ലോ. ലൈക് കുറെ കാര്യത്തിലൊക്കെ അവന് ലൈക് ഓക്കെ ഇന്നൊരു സാധനം ഉണ്ട്, അതിൽ അവന് ഭയങ്കര വിശ്വാസം ഉണ്ട്. അതെല്ലാ ആർട്ടിസ്റ്റുകൾക്കും കോപ്പി ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് അത്. എന്റെ ആർട്ട് വർക്കാവും എന്നുള്ള കാര്യം ഉറപ്പുണ്ടെങ്കിൽ പിന്നെന്താ പേടിക്കാനുള്ളത്? തന്നെയാണ് ഞാനും അപ്പൊ ഞാനും ഇങ്ങനെ പതുക്കെ എനിക്ക് പോപ്പ് ട്രൈ ചെയ്താൽ കൊള്ളാന്ന് ഒരു ആഗ്രഹമുണ്ട്. കാരണം എനിക്ക് പാടാൻ പറ്റുന്ന കുറെ ആൾക്കാർ പറയുന്നത് പോപ്പായിട്ടും ഹിപ്പോപ്പായിട്ടും നോക്കണ്ട, ടു ഡിഫൈൻ ഇസ് ടു ലിമിറ്റ്. അത് ചെയ്യാതിരുന്നാൽ മതി. നമ്മുടെ എക്സ്പ്രഷൻ എങ്ങനെ വരുന്നോ അത് അതിന്റെ പോലത്തെ ആർട്ടിസ്റ്റിന്റെ കൂടെ വർക്ക് ചെയ്യുക, സാധനം ചെയ്യുക എന്നുള്ളത് മാത്രം. എന്റെ കുറച്ച് മെലഡീസ് ഒക്കെ ഉള്ള മാതിരിയാണ്. അത് മെലഡീസ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എല്ലാരും കൂടെ ഒരു ട്രാക്ക് നിങ്ങൾക്ക് ചെയ്തോ? ഗായകന്മാരായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ പിടിക്കാം. കറുപ്പിന്റെ അണ്ടറിൽ നമുക്ക് ഇതൊക്കെ ഹിപ്പോപ്പ് ഒക്കെ മാറ്റി നമുക്കൊരു ഗസൽ സന്ധ്യ നമ്മളവിടെ ദുബായിൽ കൂടിയപ്പോഴുണ്ടല്ലോ, നമ്മുടെ ഇവനുണ്ടായിരുന്നു അന്ന് മ്യൂസിക് DJ ആദർശ്. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ആദർശിനെ ലൈക്ക് ഹിപ്പോപ്പിൽ മാത്രം ഫോക്കസ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശിന്റെ അടുത്ത് ഞാൻ ഇടയ്ക്ക് പറയും, ഇല്ലേ ഓർമ്മയില്ലേ, ഞാനത് പറയില്ല തേങ്ങേണ്ടന്നൊക്കെ പറയും. പിന്നെ ആദർശിനെ ഞാൻ പേഴ്സണലി മീറ്റ് ചെയ്യണം. ആദർശിനെ ഭയങ്കര സ്കിൽ, അവൻ മിമിക്രി ചെയ്യും. അവൻ ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരാളുടെ ആക്ഷൻസ് ഇമിറ്റേറ്റ് ചെയ്തിട്ട് അയാളുടെ ശബ്ദത്തിൽ പാടിക്കളയും. ഒന്നാമത്തെ കാര്യം, സാമ്പാറിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടല്ലോ, ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റുകൾ കേരളത്തിൽ യുണൈറ്റഡ് ആണ്, ഒരുമിച്ചാണ് നിൽക്കുന്നത് എന്നുള്ളതിന്റെ അടയാളാണ് സാമ്പാർ. ഇപ്പൊ സാമ്പാറിനകത്ത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എന്റെ ഫേവറേറ്റ് പോർഷൻ ഫെജോന്റെ പോർഷനാണ്. എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇച്ചിരി കൂടി ലിറിക്കലി ഒരു സാധനം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാരണേ. അതേമാതിരി ഒരു പാട്ടുണ്ട്,
ആരണ്യ സീമകളെ തുരത്തിയതാ, ആരണ്യ സീമകളെ തിരുത്തിയതാ, അധികാര മോഹികളെ തുരത്തിയതാ, മൂർത്തിയെ ഇരുത്തിയതാ, വലം തല തുടിയില്ല കൊട്ടുമിടം തല ദേവവാദ്യമല്ല മനമെന്റെ സുരനില, വനമിറങ്ങി ഞാൻ വന്ന നെഞ്ചിൽ തായമ്പക, കലന്റെ ദേഹിയിൽ നഗക്ഷതങ്ങൾ കോറിയിടുക, അകമേ വെറുപ്പിനണ്ണുവിനെ തടുത്തു പുറമേ വിജയപ്പുടവയുടുത്തുവാ മകളെ, നിനക്ക് വേണ്ടി മറന്നു കളഞ്ഞകളെ. ഞാൻ നമ്മുടെ എന്റെ മാനേജർ ഉണ്ട് വിക്കിയുടെ ബർത്ത്ഡേ ഇപ്പൊ ഒരു 1 month ആയിട്ടില്ല, ഒരു 2 week ബിഫോർ വിക്കിയുടെ ബർത്ത്ഡേ ആയിരുന്നു. വിക്കിയുടെ ബർത്ത്ഡേക്ക് ഞാൻ ഇങ്ങനെ ഇരുന്ന് എല്ലാവരും ഉണ്ട്, ഒരു 10-15 കറുപ്പ് റെക്കോർഡ്സിനകത്തുള്ള എല്ലാവരും ഉണ്ട്. പാർട്ടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് രാത്രി ഒരു 10:30 ആയി കാണും. ഞാൻ വിക്കിയുടെ ഫോണിൽ നിന്ന് ഞാൻ ഫെജോനെ വിളിച്ചു. എനിക്ക് ആ പാട്ടേ എന്റെ മനസ്സിൽ ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കുകയാണെന്നേ. പക്ഷെ എനിക്കത് ഓർമ്മയില്ല, അത് ഏത് ഒരു തമിഴ് പടത്തിനകത്തുള്ളതാണ്. ഞാൻ എന്തോ പുലി എലി എന്നൊക്കെ പറഞ്ഞ എന്തൊക്കെയോ അടിച്ചു കൊടുക്കുക, ഞാൻ വരുന്നില്ല. ഫെജോ തമിഴ് റാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സാധനം വരുന്നേ ഇല്ല. എന്നിട്ട് ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞു ഫെജോനെ വിളിക്കും. രാത്രി 10-11 ഭാര്യ കുട്ടികളാ, ഒരു അല്ല ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ഒരാളാ. അപ്പൊ ഞാൻ എന്താണ് ഷോ വല്ലെന്തെങ്കിലും പറയാ, വിക്കി പറ കണ്ണാ വേടനാണ് പറ എന്താണ് ആ പാട്ട് ഏതാണ് എനിക്കിപ്പൊ കേക്കണതെന്ന് പറഞ്ഞിട്ട്. ലൈക്ക് അതെന്താ പറയാ, അതൊരു ആർട്ടിസ്റ്റ് വേറൊരു ആർട്ടിസ്റ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സാധനം കൂടിയാണെന്ന്. താങ്ക് യു ഫോർ എക്സിസ്റ്റിംഗ് മാൻ. നീ നിലനിൽക്കുന്നത് ഇതേമാതിരി ഞാൻ പുതിയ ആള് തന്നെയാണ് ഹിപ്പ് ഹോപ്പിനകത്ത്. അപ്പൊ നമുക്കൊക്കെ തരുന്ന ഒരു ഊർജ്ജം ഉണ്ടല്ലോ. ഞാനൊരു ഇന്റർവ്യൂവിനകത്ത് മുന്നും പറഞ്ഞിട്ടുണ്ട്, ഫെജോ, ഗബ്രി, ലിൽപയ്യൻ, ഇവര് 3 പേരും ഇപ്പൊ എന്റെ സ്റ്റഡി മെറ്റീരിയൽസാ. ഇവരെന്ത് പാട്ടിറക്കി കഴിഞ്ഞാലും ഞാൻ അത് പഠിക്കും. ഇവരെങ്ങനെയാണ് ഇത് എഴുതണത് ലൈക്ക് ആ ഒരു വികാരം തള്ളിച്ചുണ്ടല്ലോ ഇതിനകത്ത്. ഫെജോയുടെ റെവല്യൂഷൻ ഞാൻ ഭയങ്കരമായിട്ടും സ്റ്റഡി ചെയ്യുന്ന ആളാ. എന്റെ സ്റ്റഡി മെറ്റീരിയൽ ആണ് ഫെജോ. അതെ അതെ, ഫെജോയുടെ ലിറിസിസം നമ്മൾ സ്റ്റഡി ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. കാരണം ഇപ്പം ഈ ഒരു ടൈപ്പ് എഴുതുന്ന ഈ ഒറ്റ മനുഷ്യനുണ്ട്. എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള റാപ്പറാണ് ഇരിക്കുന്നത്. കൂപ്പറിന്റെ മറ്റേ ട്രാക്കിനകത്ത് ഒരു സാധനമുണ്ട്, എന്താണെന്ന് കണ്ണ ഇവനായിട്ട് ചെയ്തത്, ഋഷിയായിട്ട് ചെയ്തത് പാതിര നേരത്ത് തേങ്ങയ്ക്കുള്ളിൽ കള്ളു നിറയ്ക്കണ ദൈവം, റോഡിന്റെ കോണില് പാവത്തങ്ങള് വിൽപ്പന വെക്കണ പ്രേമം, റോഡിന്റെ കോണില് പാവത്തങ്ങള് വിൽപ്പന വെക്കണ പ്രേമം. അതെന്താ സംസാരിക്കണമെന്ന് മനസ്സിലായോ? വലിയൊരു സാമൂഹിക പ്രശ്നം സംസാരിക്കണതേ. ഇത് എവിടുന്നാണ് ഞാനിതിനെ എങ്ങനെയാണ് ഇതിനെ ലൈക്ക് ഞാൻ കാണുന്നുണ്ടല്ലോ, ഈ തമിഴ് ഗാന പാട്ടുകളുണ്ട്, വലിയ ഫിലോസഫി ആയിരിക്കും, പക്ഷെ 2 വരി ഉണ്ടായിരിക്കണം. ആ വലിയ ഫിലോസഫി പക്ക സൗത്തിന്റെ അറ്റത്താണ് അവൻ നിൽക്കണേ, മനസ്സിലായ? തിരുവനന്തപുരത്തുകാരനവൻ അല്ലേ? ആ തിരുവനന്തപുരം സ്ലാങ്ങില്, ആ ലോക്കൽ സ്ലാങ്ങില് വലിയ രാഷ്ട്രീയവും വലിയ സാമൂഹിക പ്രശ്നവും സംസാരിക്കുക എന്നുള്ളതുണ്ടല്ലോ. എന്റെ പൊന്ന്, താങ്ക്സ് സോ മച്ച്. ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു ആ ഒരു ഒറ്റ വരിക്ക്, ആ ഒരു ഒറ്റ വരി ഉണ്ടല്ലോ, ലൈക്ക് റോട്ടിന്റെ റോഡിന്റെ കോണില് പാവത്തങ്ങള് വിൽപ്പന വെക്കണ പ്രേമം. അത് ലൈക്ക് ഇപ്പൊ കേൾക്കുന്ന ആൾക്കാർക്ക് അത് എങ്ങനെ മനസ്സിലാവുന്ന അറിയാൻ പാടില്ല. ഞാൻ വേറെ ലൈഫ് അനുഭവിച്ചിട്ടുള്ള ഒരാളാണല്ലോ. എനിക്ക് ആ സാധനം പെട്ടെന്ന് കണക്ട് ചെയ്യുന്നത്. ഞാൻ അപ്പൊ തന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു, അതെങ്ങനെ എഴുതിയത്, ആ സാധനം എങ്ങനെ വരണത് എന്നുള്ളതുണ്ടല്ലോ. ആ 4 വരിയിലാണ് ആ സീൻ സെറ്റ് ചെയ്യുന്നത്. റോഡിന്റെ കോണിൽ പാവത്തങ്ങൾ വിൽപ്പന വെക്കണ പ്രേമം, കർട്ടന് വിട്ട് ഷട്ടറും പൂട്ടി മക്കളും വിട്ടോ വേഗം. അത് ഇത് തക്കുടുമുണ്ടൻ കളിയല്ല. പിന്നെ ആ ഒരു ഇതുണ്ടല്ലോ, അർബനായിട്ടുള്ളത്. എനിക്ക് 2 സാധനത്തിനും എക്സ്പോഷർ ഉണ്ട് ബ്രോ. ഞാൻ കുറെ എനിക്ക് പൈസ ഇല്ലാത്തതിന്റെ ഞെരുക്കവും ബുദ്ധിമുട്ടും ഒരുപാട് അനുഭവിക്കുകയും അതേസമയം ഇടയ്ക്ക് ഇത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ബെറ്റർ ആയിട്ട് ജീവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പ് ഒരുപാട് ലൈഫ് കാണാനും പറ്റിയിട്ടുണ്ട്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്തും ഒരുപാട് എനിക്ക് ലോ ഫോം പരിപാടിയൊന്നും വലിയായിട്ട് ഇങ്ങനെ വർക്കൗട്ട് ആവില്ല. അപ്പം ഞാൻ ഒരുപാട് NGO-യിലൊക്കെ ആയിരുന്നു വർക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് ഇറങ്ങി കളിക്കേണ്ടി വരുന്നത് പോലത്തെ ഒരു പരിപാടിയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഒരു
അതിനകത്ത് എനിക്ക് പിന്നെ എനിക്ക് അതിനകത്ത് നിൽക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് ടു ഇമോഷണലായി പോകും. അപ്പം പിള്ളേർ ഒരുപാട് ഈ ബാംഗ്ലൂരിലൊക്കെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ കൂടെ വർക്ക് ചെയ്തിട്ട് എനിക്ക് അവസാനം പ്രാന്ത് പിടിച്ചു. അതൊക്കെ കണ്ടൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് മൊത്തത്തിൽ നമ്മളെത്രയോ ഭേദപ്പെട്ട ജീവിതമാണ് ജീവിക്കുന്നതെന്നെങ്കിലും അറിയാമെങ്കിലും ഒരുപാട് ഇത് കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര ഹെൽപ്ലെസ് ആവും ഇതിൻ്റെ ഫ്രണ്ടിൽ. അതും അത്രയും ബ്രൂട്ടലായിട്ട് ലൈഫ് നമ്മൾ അറിയുമ്പോഴത്തേക്കും പിന്നെ ഈ വിഷമത്തിൽ നിന്നാണ് പിന്നെ ഫെജോന്റെ ഒരു സാധനം എന്താ വെച്ചിട്ടുണ്ടല്ലോ, ലൈക്ക് നമ്മൾ റിയൽ ലൈഫിൽ കാണുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ടല്ലോ, അത് ലൈഫായിട്ട് കമ്പയർ ചെയ്ത് എഴുതാൻ പറ്റുന്ന ഒരു സാധനം ഞാൻ ഫെജോന്റെ അടുത്ത് തിരുമാലിയുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഈ പച്ചപ്പരിഷ്കാരി ആദ്യം ഇറങ്ങിയ സമയത്ത് ഇങ്ങനെ നമുക്ക് ചുറ്റുമുള്ള, അതായത് ഈ കോർ കമ്മ്യൂണിറ്റിക്കകത്തൊക്കെ ആണെങ്കിലും മറ്റേ കൊള്ളാം ഇത് കൊള്ളാം. പക്ഷേ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ പാട്ട് ഭയങ്കര ഒരു തിരുമാലി എന്നുള്ള ആർട്ടിസ്റ്റിനെ അടയാളപ്പെടുത്തുന്ന ഒരു സാധനമാണ്. അതിനകത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ആർട്ടിസ്റ്റ് പറയുന്നുണ്ട് ഈ അതിനകത്ത് ഈ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഒരു ഒഴുക്കുണ്ട്. അതായത് എനിക്കും ഈ കൊളോക്കിയൽ പരിപാടി ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ തിരുമാലിയുടെ പാട്ടുകളും പരിപാടിയൊക്കെയാണ്. ഇപ്പം ഈ ഫെജോയുടെ അപരാധ പങ്ക, തിരുമാലിയുടെ ആ സമയത്ത് OMKB മുതലുള്ള പരിപാടികൾ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഈ റാപ്പ് മണിക്കകത്ത് എനിക്ക് അതേപോലെ ഇഷ്ടമുള്ള മറ്റേ സാധനമുണ്ട്, തിരുമാലിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന പോലെ തരുന്നുണ്ട്. ക്യാഷ് വന്നപ്പോൾ ദിനമൊക്കെ രാത്രി പെണ്ണെന്നെ വിളിക്കുന്ന ഡാഡി. അത് ആ പേഴ്സണാലിറ്റി, ആ ക്യാരക്ടർ എന്നിട്ട് ഈ പച്ചപ്പരിഷ്കാരിക്കകത്ത് പുള്ളി ടെക്നിക്കലാവും. എനിക്ക് തോന്നുന്നു അതിന്റെ ആ ഒരു സിനിമാറ്റിക് സാധനത്തിനകത്ത് ലോസ്റ്റ് ആവും ഇത് ചിലപ്പോ. പക്ഷെ മറ്റേ രണ്ടാമത്തെ വേഴ്സിൽ വന്നിട്ട് കടകമ്പോളം നിരത്തി തുറന്ന് പല വ്യഞ്ജനങ്ങൾ കൊണ്ട് വിരുന്ന്, എന്നിട്ട് അതാ ഫുൾ പെർഫെക്റ്റ് റൈംസ് ആണ് അതിനകത്ത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ സാധനം വരും, പിടിച്ചെന്റെ മൂട്ടിൽ മിണ്ണി നേരം കൊണ്ടൊരു മാതിരി ഒഴുകി 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 അങ്ങ് സാധനം എന്ന് വെച്ചാൽ ഇത് ചെറിയ പിള്ളേര് ലിറിക്ക് തെറ്റാതെ പിന്നെ അതിന്റെ വീഡിയോയും മറ്റേ സാധനമൊക്കെ കറക്റ്റ് ആയിട്ട് പിടിച്ച് രജിസ്റ്റർ ചെയ്തോ പേര് നിതിൻ. ആദ്യം കേട്ടപ്പോഴേ ഞാൻ വിചാരിച്ചു ഓക്കെ വിദേശത്തിന്. പക്ഷെ സ്റ്റെല്ലാറിന്റെയും തിരുവിന്റെ മറ്റേ ലെഗസി ആയിരുന്നു നമ്മുടെ ഒരു സമയത്ത്. ഞാനത് പാടി. അതിനകത്തൊരു സാധനമുണ്ട്, അതിനകത്ത് ബഷീറിനെ മെൻഷൻ ചെയ്യുന്നത് മുഹമ്മദ് ബഷീർ. മനസ്സിലായ? അതൊരു ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ, അതൊരു ആർട്ടിസ്റ്റിന്റെ സ്കില്ല് അവൻ പറയണേ. വാക്കുകളിൽ സുൽത്താൻ ഞാൻ മുഹമ്മദ് ബഷീർ. അത് ബേസിക്കലി നമ്മൾ ഈ പറഞ്ഞ എല്ലാ സ്ട്രഗിൾസിലൂടെ കടന്നു. നമ്മൾ സ്ട്രഗിൾസ് കഴിഞ്ഞ് ഒരു ലെവലിലെത്തി. ഇപ്പൊ നമ്മൾ എനിക്ക് ഷട്ടി മേടിക്കാൻ കാശില്ല, അത് അർത്ഥമില്ല. അപ്പൊ ഞാനിപ്പോ വിശ്വസിക്കുന്നത് ഇതിന്റെ എസ്തെറ്റിക്സിലാണ്, വേൾഡ് പ്ലേസിലും പിന്നെ നമ്മളും ആസ് എ പേഴ്സൺ ഇതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, റാപ്പ് മണിക്കകത്ത് എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായ കുറച്ച് പരിപാടി എന്ന് പറഞ്ഞാൽ ചിലപ്പം വെറുതെ അത് കേൾക്കുന്ന ആൾക്കാർക്ക് അത് വർക്ക് ആവത്തില്ലായിരിക്കും ചിലപ്പം. പക്ഷെ എന്നാലും ആ ഒരു എന്നാലും ആ പാട്ടിനകത്ത് പേഴ്സണാലിറ്റി ക്യാരക്ടർ എല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് അത് വിഷ്വലി വിളിക്കുന്ന ഡാഡി എനിക്ക് കൂടി പറയണം. കാരണം തിരുമാലിയാണ് ഒരു മലയാളം റാപ്പേഴ്സിലെ ഏറ്റവും കിടിലൻ മ്യൂസിക് വീഡിയോ എടുത്തു തുടങ്ങിയത്. മറ്റേ ഇതുണ്ടല്ലോ ഫസ്റ്റത്തെ ഞാൻ പറഞ്ഞ ട്രാക്ക് ഉഴപ്പനാന്തം ഒരു സ്കൂളിനകത്താണ് അതും ആ കാലത്ത് എനിക്ക് തോന്നുന്നു അതൊരു 8 കൊല്ലം 8 വർഷം മുന്നേ ഒരു സ്കൂളില് ഇത്രയും പ്രോപ്പർ മ്യൂസിക് വീഡിയോ ഇത്രയും പിള്ളേരെ നിർത്തി ചെയ്തേക്കണ ഒരു വീഡിയോ ഞാൻ കണ്ടാക്കണതാണ്. അല്ല അത് പിന്നെ ഇടയ്ക്ക് ഒരു സമയത്ത് ഞാൻ തിരുമാലിനെ കാണുമ്പോൾ പുള്ളി പറയും പാട്ട് ഇറക്കിക്കൊണ്ടിരിക്കും. കാരണം ആ സമയത്ത് ബ്രോ മറ്റേ എല്ലാ 1.5 മാസം കൂടുമ്പോൾ ഞാനിപ്പോ ഇനി അതാ ടെംപ്ലേറ്റ് ഫോളോ ചെയ്യുമ്പോൾ കാരണം ആ സമയത്ത് ഇങ്ങനെ എല്ലാ ഈ പ്രസൻസ് അറിയും, വർക്ക് എത്തിക്കും അതേപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും. അതുപോലെ സാമ്പാർ ചെയ്തപ്പോഴത്തേക്കിനും എനിക്ക് ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ കിട്ടിയത് അതിലാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ വേറൊരു ഇൻഡസ്ട്രിയിലാണ് ഇങ്ങനെ ഇത്ര ആർട്ടിസ്റ്റുകളെ കൊളാബറേറ്റ് ചെയ്തൊരു പരിപാടി ചെയ്യാൻ
ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ എന്നുള്ള രീതിയിലാണ് നമ്മളത് നമ്മുടെ കേരളത്തിൽ ഈ ചെറിയ നാട്ടിൽ നിന്ന് ചെയ്തു എന്നുള്ളതൊരു വലിയൊരു അപ്രിസിയേഷൻ ആയിരുന്നു. സാമ്പാറൊക്കെ എവിടെ എത്തി മനസ്സിലായ? അത് ലൈക്ക് അതിന്റെ ജോണർ ഇത്ര വലുതായ കാരണേ ഒരുപാട് ഭാഷാ വ്യത്യാസം ഇല്ലാതെ അത് ആൾക്കാർക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളൊരു സാധനമാണ് അതിനകത്തുള്ളത്. പിന്നെ വിഷ്വല് സാമ്പാറിന്റെ ചില്ലറ വിഷ്വല അതുപോലെ നമുക്ക് കൊളാബറേഷൻസ് ഒരു പാട്ടിറക്കുമ്പോ അതിന് വിഷ്വലിയും കൂടി അതെ നമ്മൾ ഇല്ലെങ്കിലും നമ്മൾ കുറച്ച് കയ്യിന്നൊക്കെ ഇട്ടിട്ട് മറ്റേ ഗുണ്ടേറ്റൊക്കെ കോഴിക്കട ബ്രോ അതിനകത്ത് ആക്ച്വലി മറ്റേ ഒരു ആ ഫൈറ്റ് കൊറിയോഗ്രഫിയുടെ ഒക്കെ ഇതിനകത്ത് പല ഇതിനകത്ത് എനിക്ക് തോന്നുന്നു അത് ഒറ്റ ടേക്ക് ആയിട്ട് ഇട്ടാൽ മതിയായിരുന്നു. കാരണം അത്രയും മറ്റേ ഫ്ലോയിൽ തിരുമാലി ചെയ്തോണ്ടിരിക്കുന്നത്. എനിക്ക് ഫൈറ്റ് കൊറിയോഗ്രഫി ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാനാണെങ്കിൽ സൈഡിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് നോക്കിയിട്ട് ഞാനായിരുന്നെങ്കിൽ ഇവിടെ വെച്ചിട്ട് അത് ഒറ്റ ഫ്ലോയിൽ എടുത്തായിരുന്നു. കാരണം അത്രയ്ക്ക് കിടിലായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ മേക്കിംഗ് കൂടെ ഭയങ്കര രസമാണ്, ഭയങ്കര രസമായിട്ട് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ട്. പക്ഷെ നമുക്കൊരു സെക്കൻഡ് പാർട്ടും കൂടെ ഇതിന്റെ ആൾക്കാരുടെ റെസ്പോൺസ് എന്താണെങ്കിലും നമുക്ക് സിനിമയും ലേബൽസും ബാക്കി എല്ലാ പരിപാടികളും നമുക്കൊരു സൈഫർ ചെയ്യണ്ടേ? നമുക്ക് ഒരു സോങ് എങ്കിലും ചെയ്യണം. നമുക്കൊരു പാട്ടെങ്കിലും ചെയ്യണ്ടേ? 4 ആർട്ടിസ്റ്റുകൾ വെച്ചിട്ട് എന്റെ ഒരു പാട്ടുണ്ട്. നമ്മൾ അന്ന് വേണ്ടിയ ഒരു സാധനം അല്ലേ? നമുക്ക് ഒരു 4 ആർട്ടിസ്റ്റുകൾ ഇപ്പൊ നമുക്കൊരു ഇപ്പം കറുപ്പിന്റെ ഇതിൽ നിന്ന് നമുക്ക് പറ്റുന്ന വെച്ചാൽ നമുക്കൊരു സ്പേസ് വെച്ചിട്ട് നമുക്ക് പതുക്കെ ജാമിങ് തന്നെ തുടങ്ങാം. നമുക്ക് ഇരിക്കാം എല്ലാവർക്കും കൂടെ ആയിട്ട് ഇരുന്ന് നമുക്ക് പ്രൊഡ്യൂസേഴ്സിനെ എല്ലാരും കൊണ്ടുപോകും. വിത്തൗട്ട് ക്യാമറ ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പാട്ടുണ്ടാവും. ഒരു പ്രൊഡ്യൂസർ ഇപ്പൊ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് ഇവിടെ. ഇപ്പൊ ദാസിയൊക്കെ പുറത്തേക്കുന്നുണ്ട്, മനസ്സിലായോ? ദാസിയൊക്കെ ലൈക് വൺ ഓഫ് ദ ഗ്രേറ്റ് പ്രൊഡ്യൂസർ ആണ്. ദാസിയുടെ കയ്യിലൊക്കെ ഉള്ള മെലഡിയൊക്കെ വേറെ സാധനങ്ങളാണ്. അവൻ ശരിക്കും ഒരു മ്യൂസിക് പ്രൊഡ്യൂസറുടെ ഒരു മ്യൂസിക് ഡയറക്ടറുടെ കയ്യിലുള്ള ഒരു സാധനം ഉണ്ടല്ലോ, പ്രൊഡ്യൂസർ എന്നുള്ള അല്ലാതെ പ്രോഗ്രാമർ അങ്ങനത്തെ ആർട്ടിസ്റ്റുകളാണ് അവരൊക്കെ. അങ്ങനത്തെ ഒരു 5-6 ആർട്ടിസ്റ്റ് പുറത്തേക്കുണ്ട്, മനസ്സിലായ? അവരുടെ ആർട്ടുകൾ സംസാരിച്ച് നമ്മളിപ്പം മിണ്ടണമാതിരി അവർ മിണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് മാത്രമല്ല ബ്രോ, ഇപ്പൊ ഈ നമ്മളെല്ലാരും കൂടെ ചെയ്യുവാണെങ്കിലും നേരത്തെ പറഞ്ഞ ഹെൽത്തി കോമ്പറ്റീഷന്റെ ഒരു പരിപാടി അതിനകത്ത് വന്നിട്ടേ ആർട്ട് ബെനിഫിറ്റ് ചെയ്യും. തീർച്ചയായിട്ടും ഈ ഹെൽത്തി കോമ്പറ്റീഷൻ അത് ഭയങ്കര അത്യാവശ്യമായിട്ട് വേണ്ട തന്നെയാണ്. പിന്നെ റാപ്പിന്റെയും ഹിപ്പ് ഹോപ്പിന്റെ ഒക്കെ ഭയങ്കര കോറായിട്ടുള്ള ഇപ്പൊ നമ്മള് സിംഗിൾസ് ഇറക്കൂലേ, അതിനൊക്കെ ചിലപ്പോ നമ്പർ വൈസ് കുറവാണല്ലോ ഇമ്പാക്ട് കൂടുതൽ വരുന്നുണ്ട്. സാമ്പാറിനാണെങ്കിലും അയ്യനാണെങ്കിലും ഒരു ഇമ്പാക്ട് കൾച്ചറൽ ഇമ്പാക്ട് മാർക്കറാണ്. അപ്പൊ അതുപോലെ നമ്മൾ ചെയ്താൽ ഈ സീൻ ഇനിയും വളരെ പറയുന്ന ഒരു ട്രാക്ക് ചെയ്യണം എന്നുള്ളതാ. ഇതാണ് ഇതിന്റെ യൂണിറ്റി. ഇതാണ് അതിന്റെ സാധനം. നമുക്ക് ഇങ്ങനെ ഇപ്പൊ ഇരുന്ന് കഴിഞ്ഞ ഒരു പാട്ട് വരുന്ന എനിക്ക് തോന്നുന്നത് ഒരു മ്യൂസിക് പ്രൊഡ്യൂസറിനെ എത്തി അവരെ കുറച്ച് പീഡിപ്പിക്കും ഞങ്ങള്. അത് ചെയ്യണം. പക്ഷെ അത് ആവശ്യമാണ്. എനിക്കന്ന് നമുക്കത് മുമ്പോട്ട് പിന്നെ ഈ യൂണിറ്റ് ലൈക്ക് ഇപ്പോ ഇന്ത്യ മുഴുവൻ ഇങ്ങനെ യാത്ര ചെയ്ത് നമ്മളിങ്ങനെ പണികളൊക്കെ എടുത്തുകൊണ്ടിരിക്കണല്ലോ. ഞാൻ എവിടെയും കണ്ടിട്ടില്ല. നമ്മളിപ്പോ 2-3 പേര് ആണെങ്കിലും ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഒരുമിച്ച് വരുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ചെയ്തിട്ട് ഒരുമിച്ച് കയറിയിട്ട് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഡിഫറൻസ്. ഞാനും തിരുവും കൂടെ എപ്പോഴെങ്കിലും നമുക്ക് ലൈവ് അയ്യോ ഒക്കെ ചെയ്യാൻ കിട്ടുമ്പോഴത്തേക്കും അത് കാരണം ഞാൻ അയ്യോ ഒരേ ഷോയ്ക്ക് തന്നെ ഞാൻ എന്റെ സെറ്റ് പിന്നെ കിട്ടുമ്പോഴത്തേക്കും ഒരു രക്ഷയില്ല ബ്രോ. അണ്ണനെ കിട്ടാൻ കുറച്ച് കാശ് ഇറക്കേണ്ടി വരും. നമുക്ക് കൊടുക്കാം എന്താണെങ്കിലും ആളെയും എല്ലാരും നമുക്ക് കൊണ്ടുവരാം. സൂര്യയുടെ എന്താണെന്ന് വെച്ചാണല്ലോ, പുള്ളിക്കാരന് നമ്മുടെ കൾച്ചറിൽ ഇതിനകത്ത് പണിയെടുക്കാനും താല്പര്യമുള്ള ഒരാളാണ്. നമ്മുടെ ഇടയ്ക്ക് മിണ്ടൊക്കെ ചെയ്യണ കാരണം പുള്ളിക്കാരനറിയാം. പുള്ളിക്കാരൻ ആ വേര് വിടാതെ നോക്കുന്ന ഭയങ്കര ഒരു മനുഷ്യനാ, പ്രോപ്പർ ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ പുള്ളിക്കാരെ നമുക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ട് ചേട്ടാ, നമ്മളൊന്ന് സഹായിക്കണം എന്നൊക്കെ പറഞ്ഞു. അവര് വിചാരിക്കും നമ്മള് മറ്റേ അവരെ അപ്രോച്ച് ചെയ്യാൻ പഠിച്ചിരിക്കുമായിരിക്കും. പക്ഷെ പുള്ളിക്കാരൻ ആ സാധനമില്ലെന്നേ. എനിക്ക് ഇടയ്ക്ക് ചെയ്ത ഒരു റെഫറൻസിന് വേണ്ടിട്ട് പുള്ളി എന്നെ ഡയറക്റ്റ് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ, എടാ ഞാൻ എന്റെ അടുത്ത് മലയാളത്തിൽ റാപ്പ് ചെയ്യാൻ പറയുന്നത് ഞാൻ ചെയ്യൂല, ഞാൻ നിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അവന്മാരെ വിളിക്കാന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പിന്നെ വെറുതെ കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞോണ്ടിരുന്നിട്ട് വെച്ച്. പക്ഷെ അതാണ് മറ്റേ എല്ലാവർക്കും അറ്റ്ലീസ്റ്റ് ഇവിടെ നടക്കുന്ന ഒരു സാധനത്തിന്റെ ഒരു പരിപാടി ഇപ്പൊ സുരേഷിന്റെ ഒരു വളർച്ച ഉണ്ടല്ലോ, ആ വളർച്ചയിൽ നിന്നിട്ടും കൂടി അയാളുണ്ടല്ലോ. ഓക്കെ, എന്റെ താഴെയും കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പൊ അവരെയും കൂടി ആ ഒരു സാധനമുള്ള ഒരു മനുഷ്യനും കൂടിയാണ്. എല്ലാരും കൂടെ ഒരുമിച്ചിരിക്കുന്ന പരിപാടി അത് ഉടനടി ഓൾ പ്ലസിന്റെയും കറുപ്പിന്റെയും നേതൃത്വത്തിൽ നമ്മളത് ഏറ്റെടുത്ത് ചെയ്യുന്നതായിരിക്കും. എല്ലാരും അവൈലബിൾ ആയിട്ട് ഇരിക്കുന്ന ഒരു ഡേറ്റ് നമുക്ക് എന്തായാലും കിട്ടുമല്ലോ. നമുക്ക് ഇതിലെല്ലാത്ത പോപ്പുലർ ആയിട്ടുള്ള വലിയ കൈകളായിട്ടുള്ള ആർട്ടിസ്റ്റുകളും കൂടി ഉണ്ട്. നമുക്ക് അവരെയും കൂടി വിളിച്ചു വരുത്തി ലൈക്ക് അവരായിട്ട് എല്ലാരും ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. നോട്ടം നമുക്ക് തന്നെ
അതെ, അത് കുറച്ച് ഹൈ മാത്രമല്ല, പ്രൊഫൈൽ നമ്മുടെ കുറച്ച് പുതിയ പരിപാടി ആർട്ടിസ്റ്റുകളുണ്ടല്ലോ ബാക്ക് ടു ബാക്ക് ഒക്കെ വന്ന നമ്മുടെ ഈ സീനിന്റെ power ആയിരിക്കും. സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ആർട്ടിസ്റ്റുകൾക്ക് ഒരു പ്രൊഫഷണൽ മെന്റർഷിപ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മളും പ്രൊഫഷണലി പഠിച്ചിട്ടുള്ളില്ല. നമുക്ക് എന്തായാലും ഒരു 5-6 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. എന്നുവെച്ചാൽ നമുക്ക് കുറച്ചും കൂടി കാര്യം അവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റും. നല്ല രീതിയിൽ. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു പ്ലാറ്റ്ഫോം നമുക്കൊരു ഈ പറയുന്ന ഒരു മേജർ ഇവന്റ് എന്നുള്ളതല്ല, നമുക്ക് ആൾക്കാരെയും തന്നെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇത് ചെയ്യാം. ഈ ഒരു ഇൻഡസ്ട്രിയുടെ സ്കെയിൽ എന്താണ്, ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കാര്യങ്ങൾ പിള്ളേർക്ക് ഇൻസ്പയർ ചെയ്യുക. ഫൈനലി അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ കുറച്ച് ആർട്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ആ ഒരു നോട്ടിൽ ഇപ്പം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ജാഫർ നമ്മുടെ ഷോ ഡയറക്ടർ ഷോ റണ്ണർ വന്ന് കത്തി വെക്കുന്നതായിരിക്കും. പ്രശ്നങ്ങളാക്കും. ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്താണെന്നുണ്ടെങ്കിൽ എനിക്കറിയാം, ലൈക്ക് മോസ്റ്റ്ലി വ്യൂവേഴ്സ് ഗോണ കം ഇൻ ടു ദ കമന്റ് ബോക്സ് ആൻഡ് സേ ദിസ്. അതുകൊണ്ട് നമുക്കൊരു സെക്കൻഡ് പാർട്ട് വി ആർ ഹോപ്പ്ഫുള്ളി ലുക്കിംഗ് They will definitely ask for a second part. സംസാരിച്ചു തുടങ്ങിയപ്പോൾ പരിപാടി നിർത്തി. പക്ഷെ അതിന്റെ ഒരു സെക്കൻഡ് പാർട്ടുമായിട്ട് വിൽ ബി കമ്മിങ് ബാക്ക് അഗൈൻ. സോ വാച്ച് ഔട്ട് ഫോർ ദ സ്പേസ്. ദിസ് ഈസ് കറുപ്പ് റെക്കോർഡ്സ് പ്രസന്റിംഗ് ദ കറുപ്പ് പോഡ്കാസ്റ്റ്. വണക്കം.